വയനാട്ടിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് വഴങ്ങി കെഎസ്ആർടിസി സർവീസ് അട്ടിമറിച്ചതായി ആരോപണം. സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിലെ ചെയിൻ സർവീസാണ് അട്ടിമറിക്കപ്പെട്ടത്. ഈ റൂട്ടിൽ അനുവദിച്ച 10 കെഎസ്ആർടിസി ബസ്സുകളിൽ 2 മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് 2009-ലാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിൽ ചെയിൻ സർവീസ് തുടങ്ങാൻ കെഎസ്ആർടിസി തീരുമാനിച്ചത്. എന്നാൽ സ്വകാര്യ ബസ് ഉടമകളും കെഎസ്ആർടിസി അധികൃതരും തമ്മിലുള്ള ഒത്തുകളിയെ തുടർന്ന് മാനേജിംഗ് ഡയറക്ടറുടെ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് ഈ റൂട്ടിൽ സർവീസ് തുടങ്ങാൻ കെഎസ്ആർടിസി തയ്യാറായത്. എന്നാൽ സർവീസുകൾ തുടങ്ങിയതിന് ശേഷം സംഭവിച്ചത് എന്തെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കുക. സ്വകാര്യ ലോബിയോട് ഒത്തുകളിച്ചുകൊണ്ട് ഇതിൽ പല പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. ഒന്ന്, വണ്ടി ഓടിക്കത്തില്ല. അതല്ലെങ്കിൽ വണ്ടിക്ക് സ്വകാര്യ ബസ്സിന് തൊട്ട് പുറകിൽ 1 മിനിറ്റും 2 മിനിറ്റുമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓടിക്കുകയാണ്. ഇപ്പോൾ അത് നശിപ്പിച്ചിട്ട് കളക്ഷൻ ഇല്ലാണ്ടാക്കിക്കൊണ്ട് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഇരിക്കുന്ന തീയതി. ഈ റൂട്ടിൽ സർവീസ് നടത്താൻ കെഎസ്ആർടിസി പെർമിറ്റ് എടുത്തിരിക്കുന്നത് ഏറ്റവും പഴയ ബസ്സുകൾക്കാണെന്നും നാട്ടുകാർ തെളിവ് സഹിതം ആരോപിക്കുന്നു. കാലങ്ങളായി കട്ടപ്പുറത്തുള്ള RRA63 എന്ന ഈ ബസ്സാണ് അതിലൊന്ന്. മാത്രമല്ല, റൂട്ട് പെർമിറ്റുള്ള ബസ്സുകൾക്ക് മാത്രമേ ഈ റൂട്ടിൽ സർവീസ് നടത്താനാകൂ എന്ന അധികൃതരുടെ നിലപാട് അംഗീകരിച്ചാൽ സംസ്ഥാനത്ത് ഒരു റൂട്ടിലും കെഎസ്ആർടിസിക്ക് സർവീസ് നടത്താനാകില്ല. പ്രശ്നത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ, വയനാട്.